ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. എനിക്ക് ഞായറാഴ്ച നല്ല തിരക്കുള്ള ദിവസമാണ്. എല്ലാവർക്കും ഫ്രീ ആവും. പിന്നെന്താ പറയുക, ജോലിക്ക് പോകാത്തവരായാലും സ്കൂളുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഫ്രീ ഉള്ള ദിവസമാണ്. നമുക്കിന്ന് തിരക്കാണ്. എനിക്കിന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതാ രണ്ടടുപ്പിൽ നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഈ അടുപ്പിൽ തീ പിടിപ്പിക്കാനാവില്ല എന്ന് വിചാരിച്ചിരുന്നു. അപ്പം നീച്ചത് നല്ല നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു. 6 മണിയാണ് നീച്ചപ്പോൾ. ചായക്കടി ഇതാ ഓട്ടട ഇങ്ങനെ പാരിയാണ് ഗൈസ്. ഓട്ടട അടിപൊളി ഓട്ടട ഉണ്ട് കേട്ടോ. എന്നാ അതിനാവും അനുപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പോയി. ഒക്കെ ട്യൂഷൻ ഉണ്ട് കേട്ടോ ഒന്ന്. ഓക്കെ, അടിപൊളി ഓട്ടടയാണ് കേട്ടോ. കണ്ടോ, നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ചോറ്. ഓ, ബ്രഷും പേസ്റ്റ് എടുത്ത് തരാം. മോനൂസ് ഇന്ന് നേരത്തെ നീച്ചുന്നു കേട്ടോ. മോനൂസിൻ്റെ പണി എന്താണെന്നറിയോ, ഓന് സ്കൂളുള്ള ദിവസം ഓൻ നേരത്തെ നീക്കൂല. ഇല്ലാത്ത ദിവസം ഇപ്പോൾ നേരത്തെ നീച്ചിരിക്കുന്നുണ്ട്. മറ്റേ നമ്മൾ അവിടെ പോയി ഓൻ ഉണർത്തി അങ്ങനെയൊക്കെയാണ് അവൻ്റെ നീക്കൽ. ഇന്നിപ്പോൾ അങ്ങനത്തെ ആവശ്യമൊന്നും വന്നിട്ട് ഇന്ന് പേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവന്. ആ ഒരു സന്തോഷത്തിലാണ്. ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ അവിടെയാണ് ആക്കൽ. ചിലപ്പോൾ അവിടെ ഉണ്ണിയേട്ടൻ ലീവാകുമ്പോൾ പിന്നെ ഓന് ഇവിടെ നിൽക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ അതാ ചോറ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. വെന്തുകൊണ്ട് കേട്ടോ. ഒന്നുകൂടെ തടച്ചിട്ട് ഊറ്റണം. കാരണം എന്താണെന്നറിയോ, എന്താടാ എടുത്തരാം. പിന്നെ അപ്പോൾ ഇന്നലത്തെ ചോറ് ഇച്ചിരി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതിലിട്ടിടുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചിട്ട് ഊറ്റി വയ്ക്കണം. എനിക്ക് ചോറ് കൊണ്ടുപോകണം. പിന്നെ ഓട്ടർ അങ്ങനെ നിരന്ന് കിടക്കണം. അപ്പം ഇനി അത് കഴിക്കണം. പിന്നെ ഞാനിത് ഉപ്പേരിക്ക് എടുത്ത് വെച്ചാട്ടോ. ഇന്നലെ എനിക്ക് ഏടത്തിയമ്മ കൊടുന്നതാണിത്. മറ്റേ നമ്മളെ ചായമൻസിൻ്റെ ഇലയാണ്. അപ്പം അത് തേങ്ങയൊക്കെ ചതച്ചിട്ട് ഇങ്ങനെ ഉപ്പേരി വയ്ക്കണം. മക്കൾക്ക് ആർക്കും വേണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് തിന്നാനുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഗൈസ്. ഏട്ടൻ ഇന്ന് കല്യാണം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഉപ്പേരിക്കൊന്ന് ഫുഡൊന്നും ഇവിടുന്ന് വേണ്ട ഉച്ചയ്ക്ക്. അപ്പോൾ എന്താ കറി, അടിപൊളി കറിയായി ഉണ്ടാക്കി വെച്ചിട്ട്. ചിക്കൻ കറിയാണ്. രാവിലെ തന്നെ ഞാൻ ഇന്നലെ ഇതാ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചു. ഇതാ ഗൈസ് നമ്മളെ കറി കേട്ടോ, സൂപ്പർ. അപ്പം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ചായ റെഡിയാണ്. ഞാൻ 5 മണിക്ക് ഉണർന്നാണ്ട് എന്ത് പണിയിട്ട് ജനാലുള്ളിൽ കൂടി വല്ല നോക്കിയിട്ട് അപ്പോൾ നല്ല കാറ്റും മഴക്കാറും. അതിൽ ഞാൻ എന്ത് പണിയിട്ട് അവിടെ തന്നെ ചുരുണ്ടിടന്നു. പിന്നെ നീക്കണത് 6 മണിക്കാണ്. മടിയാവും നീക്കാൻ. കാരണം മഴയും കൂടെ ആകുമ്പോൾ എന്താ പറയുക, പിന്നെ അനുവിന് ട്യൂഷന് പോകണമല്ലോ. അതും കൂടി ആലോചിച്ചപ്പോൾ പിന്നെ പെട്ടെന്ന് 7:45 ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തണം. അപ്പോൾ അത് വിചാരിച്ചിട്ട് വേഗം എഴുന്നേറ്റു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസ്. ഞാൻ കടിപിടിയും നോക്കട്ടെ കേട്ടോ. ഞാൻ പിന്നെ ഇന്നലെ വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പം ഇന്നും കൂടെ വീഡിയോസ് ഇടാഞ്ഞാലേ എൻ്റെ വാച്ച് ടൈമും എന്തായാലും ഒക്കെ വ്യൂവേഴ്സൊക്കെ കുറഞ്ഞു പോകും. അപ്പോൾ എനിക്ക് ആ ഒരു ബേജാറ് നല്ലോണം ഉണ്ട്. അപ്പോൾ അതാ അടുപ്പങ്ങനെ ഐശ്വര്യമായിട്ട് കത്തണുണ്ട്. അപ്പോൾ ന്യൂസേ പേസ്റ്റ് ആക്കിയിട്ട് വാ. ഒരു ബ്രഷിൽ ഇത് പേസ്റ്റ് ആക്കി കൊടുക്കണം. അത് ചില നേരത്തെ ഓരോ വാശിയാണ്, അറിയാഞ്ഞിട്ടൊന്നല്ല. ഞാൻ അങ്ങോട്ട് റൂമിലേക്ക് ചെല്ലാനുള്ള വാശിയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി പെട്ടെന്ന് മോനൂസിന് ഒരുക്കണം. നമുക്ക് ഫുഡ് കഴിക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. അങ്ങനെയൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ സ്കൂളിലൊക്കെ പോയി വന്നിട്ടോ. സ്കൂളിലത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് വന്നപ്പം സമയം 5 മണിയാണ് കേട്ടോ. 5 മണിയായപ്പോൾ പിന്നെ തിരുമ്പലും എന്താ പറയുക, കൂടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആത്തേക്ക് കയറി. ഇനിയിപ്പോൾ ഫുഡ് രാത്രിക്കത്തേക്ക് ഇപ്പോൾ ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ രാത്രിക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കണമൊന്നുമില്ല. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഉണ്ണിയേട്ടൻ ഇന്ന് കല്യാണം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ കല്യാണത്തിന് പോയി. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ബാക്കിയാണ്. ഞാനൊന്നും ഓർമ്മയില്ല എന്താ പറയുക, ഉണ്ണിയേട്ടനൊക്കെയുള്ള ചോറൊക്കെ കൂടി വെച്ചു. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ബാക്കിയാണ്. ഇനിയിപ്പോൾ ആ ഫുഡൊക്കെ എല്ലാവരും പാടെ കഴിക്കും. അങ്ങനെയൊക്കെയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണമൊന്നുമില്ല. ചിക്കൻ്റെ കറി ഇരിപ്പുണ്ട്. അപ്പം എന്നൊക്കെ. അപ്പം ഇന്നൊരു കുഞ്ഞു വീഡിയോസാണ് കേട്ടോ. ഇന്ന് ഒരുപാട് നേരം അങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, 9:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാനിവിടുന്ന് പോകും. അപ്പം അതാണ് ഇന്നുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ.